64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമാകാൻ ഇനി വെറും നിമിഷങ്ങൾ മാത്രമേയുള്ളൂ. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമേള ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം മന്ത്രി വി ശിവൻകുട്ടിയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും മുഖ്യമന്ത്രിക്കൊപ്പമുള്ളത് നമുക്ക് കാണാൻ കഴിയും. തൃശൂർ മേയർ, ഒപ്പം വിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് ഉൾപ്പെടെയുള്ളവരൊക്കെ അവിടെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. തൃശൂരിൽ ഇനിയുള്ള 5 നാൾ കൗമാര കലയുടെ മഹാപൂരമാണ് നടക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഉദ്ഘാടനത്തിന് പിന്നാലെ തന്നെ 24 വേദികളും ഉണരും. ഈ 24 വേദികളിലായി ഏതാണ്ട് 10,000-ഓളം വിദ്യാർത്ഥികളാണ് വരുന്ന ദിവസങ്ങളിൽ വിവിധ കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. ഉദ്ഘാടന സമ്മേളനം ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കലയുടെയും സംസ്കാരത്തിന്റെയും ആഘോഷം മാത്രമല്ല, കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിന്റെയും യുവപ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയുടെയും സാക്ഷ്യപത്രം കൂടിയാണ് കേരള സ്കൂൾ കലോത്സവം. പ്രശസ്ത സിനിമാ ഗാന രചയിതാവ് ശ്രീ BK ഹരിനാരായണന്റെ വരികൾക്ക് മണികണ്ഠൻ അയ്യപ്പ സംഗീത സംവിധാനം നിർവഹിച്ച സ്വാഗത ഗാനത്തിന്റെ നൃത്താവിഷ്കാരത്തോടെ 64ാമത് കേരള സ്കൂൾ ഉത്സവത്തിന് തിരശീല ഉയരുന്നു. ഈ നൃത്താവിഷ്കാരത്തിന് ചുവട് വെക്കുന്നത് പ്രശസ്ത സിനിമാ ഗാന രചയിതാവ് ശ്രീ BK ഹരിനാരായണന്റെ കലാനഗരിയിൽ നിന്ന് ചേരുകയാണ്. വിവരങ്ങൾ നൽകാനായി അക്ഷയ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. അതിഥികൾ എല്ലാവരും എത്തിയോ? 64ാമത് ഈ നൃത്താവിഷ്കാരത്തിന് ചുവട് വെക്കുന്നത് കേരള കലാമണ്ഡലം വിദ്യാർത്ഥികളാണ്. അക്ഷയയിലേക്ക് വരാം. നടരാജ് പരശുറാമുണ്ട്. നടരാജ്, കേൾക്കാമോ? ശരി, ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് കടക്കുകയാണെന്ന് അറിയാം. മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് വിശിഷ്ട അതിഥികളെല്ലാം എത്തിച്ചേർന്നില്ലേ? അതായത് പ്രധാന വേദിയിൽ ആദ്യ മത്സരം ഏതാണ്? വർണ്ണാഭമായൊരു തുടക്കം തന്നെയാണ് തൃശ്ശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നടക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടിയാണ് കലോത്സവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് കൊടി ഉയർത്തിയത്. ഇപ്പോൾ വേദിയിൽ നമ്മൾ കാണുന്നത് കലോത്സവത്തിന്റെ തീം സോങ്. ശരി 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 നടരാജ്, എന്തായാലും ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുക. പുത്തൻ തലമുറ എഴുതുന്നു കലയുടെ കാവ്യചരിത്രം, അതിലായി നവകേരളമോ വിടരുന്നു. തൃശ്ശിവപേരൂരിന്റെ അരങ്ങിൽ പുത്തൻ തലമുറ എഴുതുന്നു കലയുടെ കാവ്യചരിത്രം, അതിലായി നവകേരളമോ
तुनी कुदगती नादगिर तो नाच रहे गोरी आंधी कभी कभी गीत तुनी कुदगती വട്ടം വെച്ചൊരു പാട്ടിൻ ഈണം ഉയരുന്നു ഓരോ മനവും ഒന്നാകുന്നു മത്സരമലിയുന്നു ഉത്സവമായി തേക്കിൻ കാടിന് വട്ടം വെച്ചൊരു പാട്ടിൻ ഈണം ഉയരുന്നു ഓരോ മനവും ഒന്നാകുന്നു മത്സരമലിയുന്നു ഉത്സവമായി ഓരോ മനവും ഒന്നാകുന്നു മത്സരമലിയുന്നു ഉത്സവമായി താളമേളനം സ്വരമധുരം താളമേളനം സ്വരമധുരം കാവ്യനാടകം നടനരസം കാവ്യനാടകം നടനരസം മോദവാരിധി സമനഗരം മോദവാരിധി സമനഗരം കേരനാടിതിൽ കലയുണരേ ഇതാ കലാമേളയുടെ വരവറിയിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ ഭംഗിയുള്ള നൃത്താവിഷ്കാരമാണ് ഇപ്പോൾ അവിടെ പ്രധാന വേദിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ വിളിച്ചോതുന്ന നൃത്താവിഷ്കാരം തന്നെയായിരുന്നു. തൃശ്ശൂർ പൂരം ഉൾപ്പെടുത്തി കഥകളിയും ഓട്ടൻതുള്ളലും മോഹിനിയാട്ടവും ചക്യാർകൂത്തും നങ്ങ്യാർകൂത്തും ഭരതനാട്യവും മറ്റെല്ലാ കലാരൂപങ്ങളും ഉൾപ്പെടുത്തിയുള്ള വളരെ ഭംഗിയാർന്ന നൃത്താവിഷ്കാരം തന്നെയായിരുന്നു വേദിയിൽ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയത്. ഇനി ഉദ്ഘാടന സമ്മേളനമാണ്.